തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ബിന്ദുവിനെ അവസാനമായി കാണാനെത്തിയത്. മൃതദേഹത്തിനരികെ കരഞ്ഞു തളർന്ന മക്കളായ നവനീതിനെയും അനുജത്തി നവമിയെയും ആശ്വസിപ്പിക്കാനാകാതെ നാടൊന്നാകെ തേങ്ങി. തലയോലപ്പറമ്പ് ഉമാംകുന്നിലെ കുഞ്ഞു വീട്ടിൽ കണ്ണീര് തോരാത്ത മണിക്കൂറുകൾ. ബിന്ദുവിന്റെ മൃതദേഹത്തിനരികെ കരഞ്ഞു തളർന്ന മക്കൾ. നവനീതിനെയും അനുജത്തി നവമിയെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ നാടിന്റെ ആകെ തേങ്ങൽ. നൂറുകണക്കിന് പേരാണ് ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലേക്കെത്തിയത്. ബിന്ദുവിനെയും കുടുംബത്തെയും നേരിട്ടറിയുന്നവരും അല്ലാത്തവരുമായി നിരവധി പേർ. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സഹോദരിയുടെ വീടിന് സമീപമാണ് ബിന്ദുവിന് ചിതയൊരുങ്ങിയത്. ബിന്ദുവിന്റെ വിയോഗം കുടുംബത്തിന് തീരാവേദനയാണ്. കേരളത്തിനും. 24 തലയോലപ്പറമ്പ്.